മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ചാലിശ്ശേരി സെന്റ് ഔഗൻസ് സുറിയാനി പള്ളി പെരുന്നാൾ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും. പള്ളിയിൽ ഒരുക്കിയ പെരുന്നാൾ വൈദ്യുത ദീപാലങ്കാരം വികാരി സ്വിച്ച് ഓൺ ചെയ്തു. ബുധനാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാ നമസ്കാരത്തിന് സിറിൽ മോർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിക്കും. തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ആശീർവാദം, കൈമുത്തും നേർച്ച വിതരണം എന്നിവ നടക്കും. രാത്രി വിവിധ പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കും. വ്യാഴാഴ്ച രാവിലെ 8 പ്രഭാത പ്രാർത്ഥന, 8:30 വിശുദ്ധ കുർബാനയ്ക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മോർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന പകൽ പെരുന്നാൾ വൈകിട്ട് 5 സമാപിക്കും. തുടർന്ന് പള്ളിക്ക് ചുറ്റും കൊടിയും സ്ലീബ, ആശീർവാദം, ശ്ലൈഹിക വാഴ്വും പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിക്കും. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, സെക്രട്ടറി രാജു MV, ട്രഷറർ ബോബൻ പോൾസി എന്നിവർ നേതൃത്വം നൽകും. കേരളീയം 2025 ബ്രോഷറും വൃക്ഷത്തൈയും കൈമാറി. കേരളീയം 2025 കേരള പിറവിയുടെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘം കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 31 മുതൽ നവംബർ 6 വരെ സംഘടിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള വൃക്ഷത്തൈയും ബ്രോഷറും പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ സരിത സജീവന്, പ്രകൃതി സംരക്ഷണ സംഘം കേരള സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് N കൈമാറി. ജീവകാരുണ്യ പ്രവർത്തകനും പ്രകൃതി സ്നേഹിയുമായ ഭർത്താവ് സജീവ് PR ചടങ്ങിൽ പങ്കെടുത്തു. ഹോക്കി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഈ നാടിന് അഭിമാനമാണ്, നമ്മുടെ പ്രദേശത്തിന് അഭിമാനമാണ്. പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഒരു വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ മഹീന്ദ്രത്തെ ഞങ്ങളുടെ കൂടി സന്തോഷം ഈ അവസരത്തിൽ പങ്കുവച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മഹിയുടെ കുടുംബാംഗങ്ങളെ, കട്ടകമ്പം ഗ്രാമപഞ്ചായത്തിന് അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നാം നിൽക്കുന്നത്. മഹിത്തെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ അഭിമാനമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ രംഗത്ത് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വിജയത്തിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയ കുടുംബാംഗങ്ങളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ ശ്രീ മഹേന്ദ്രൻ കഴിയട്ടെ അതുകൂടി ആശംസിക്കുന്നു. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. സീതി സാഹിബ് സ്കൂളിൽ ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം. 100-ലധികം സ്കൂളുകളിൽ നിന്നായി 6000 വിദ്യാർത്ഥികൾ 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. AEO VB സിന്ധു പതാക ഉയർത്തി. കലോത്സവത്തിന്റെ ഭാഗമായി വിളംബര ജാഥയും ഉണ്ടായി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, RP ബഷീർ, സുഹറ ബക്കർ, അസീസ് മംഗലാംകുന്ന്, ജോഷി ജോർജ്, TM ലത, ഷബീർ കല്ലയിൽ, TT സുമ തുടങ്ങിയവർ പ്രസംഗിച്ചു. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം 7 വൈകിട്ട് 5 കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കടവല്ലൂർ വടക്കുമുറി സമ്മേളനം നടത്തി. കടവല്ലൂർ ഇന്ദിരാജി സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച റാലി വടക്കുമുറി സെന്ററിൽ സമാപിച്ചു.
മുസ്ലിം ലീഗ് വാർഡ് ഉപദേശക സമിതി ചെയർമാൻ എ സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഇ.പി. കമറുദ്ദീൻ നിർവഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കല്ലാട്ടയിൽ മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രവർത്തക സമിതി അംഗം സുബൈർ കോഴിക്കര മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ, MSF തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെഫീഖ് കാസിം, യൂത്ത് ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് നാസർ MM, മുസ്ലിം ലീഗ് കടവല്ലൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അബു മുസ്ലിയാർ, ജോയിന്റ് സെക്രട്ടറി ഉസ്മാൻ, വാർഡ് പ്രസിഡന്റ് NK ഹമീദ്, ഷാക്കിർ വാഫി, ഉവൈസ് ഹുദവി, അബ്ദുറഹ്മാൻ, N ജലീൽ, യൂസുഫ് തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് ജോയിന്റ് സെക്രട്ടറി PM സുഹൈൽ സ്വാഗതവും KMCC അൽഹസ കമ്മിറ്റി സെക്രട്ടറി MM ജമാൽ നന്ദിയും പറഞ്ഞു. കേരളീയം 2025 കേരളപ്പിറവി വാരാചരണാഘോഷങ്ങളുടെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘം കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 31 മുതൽ നവംബർ 5 വരെ സംഘടിപ്പിക്കുന്ന പദ്ധതിയോടനുബന്ധിച്ച് തൃത്താല പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ A പ്രതാപ് നിർവഹിച്ചു. ചടങ്ങുകൾക്ക് പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ഭാഗമായുള്ള വൃക്ഷത്തൈയും ബ്രോഷറും പ്രകൃതി സംരക്ഷണ സംഘം കേരള സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് N കൈമാറി. പോലീസ് ഉദ്യോഗസ്ഥരായ PRO ജോൺസൺ ജോസഫ്, സീനിയർ പോലീസ് ഓഫീസർ OV സുജേഷ്, സിവിൽ പോലീസ് ഓഫീസർ PM മുനീർ, സ്റ്റേഷൻ റൈറ്റർ P രമേശ്, അസിസ്റ്റന്റ് റൈറ്റർ OK സ്മിത തുടങ്ങിയവർ പ്രസംഗിച്ചു. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം പെരുപ്പിച്ചു കാണിക്കുന്നത് ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പട്ടികജാതി പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിലുള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പട്ടികജാതി കമ്മീഷന് BJP നൽകുന്ന പരാതിയുടെ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂരിലെ ഭൂമി ഇടപാടിൽ പട്ടികജാതിക്കാരെ നഗരസഭ വഞ്ചിച്ചതായും സുരേഷ് ഗോപി പറഞ്ഞു. ചാപ്പാറയിൽ നടന്ന പരിപാടിയിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി സ്ഥാപിച്ച ലൈറ്റ് പന്തൽ റോഡിലേക്ക് തകർന്നു വീണ തൊഴിലാളിക്ക് പരിക്കേൽക്കുകയും റോഡിലൂടെ പോകുകയായിരുന്ന ഗുഡ്സ് ലോറി തകരുകയും ചെയ്തു. ഇതര സംസ്ഥാന തൊഴിലാളി പ്രദീപിനാണ് പരിക്കേറ്റത്. ചിറക്കൽ സ്വദേശി ലിനീഷ് ഓടിച്ചിരുന്ന മിനി ഗുഡ്സ് ലോറിയാണ് തകർന്നത്. മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി വായനശാല ഫ്രണ്ട്സ് കമ്മിറ്റി സ്ഥാപിച്ച ലൈറ്റ് പന്തലിനാണ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ മരത്തങ്കോട് സെന്ററിൽ റോഡിലേക്ക് തകർന്നു വീണത്. പെരുന്നാൾ കഴിഞ്ഞ് പന്തൽ അഴിച്ചുമാറ്റുന്നതിനിടെ ലൈറ്റ് പന്തൽ റോഡിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. പരിക്കേറ്റ തൊഴിലാളിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഗുഡ്സ് ലോറിയുടെ മുൻവശം ഭാഗികമായി തകരുകയും മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ.
എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ പാർക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM and Sons Dindigul. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ പുരസ്കാരം 1ാം സ്ഥാനം ചാവക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് ലഭിച്ചതിന്റെ സന്തോഷ സൂചകമായി ഘോഷയാത്രയും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. താലൂക്ക് ആസ്ഥാന ആശുപത്രിയും ചാവക്കാട് നഗരസഭയും സംയുക്തമായി നടത്തിയ പരിപാടി NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാഹിന സലീം, പ്രസന്ന രണദിവെ, കൗൺസിലർ MR രാധാകൃഷ്ണൻ, വാർഡ് കൗൺസിലർ MB പ്രമീള, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A ഷാജ്കുമാർ, RMO ഡോക്ടർ ജോയ്, നഴ്സിംഗ് സൂപ്രണ്ട് ബിന്ദു, ഹെൽത്ത് ഇൻസ്പെക്ടർ K രാംകുമാർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്ന് കായകൽപ്പ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഇതിന്റെ സന്തോഷ സൂചകമായാണ് ഘോഷയാത്രയും അനുമോദന യോഗവും സംഘടിപ്പിച്ചത്. ചാവക്കാട് നഗരസഭയിലൂടെ ജനോപകാരപ്രദമായ ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പിലാക്കി യാത്ര തുടരുന്ന താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തന പന്ഥാവിൽ പൊൻതൂവലാവുകയാണ് ഈ പുരസ്കാരം. സംസ്ഥാനത്തെ 183ഓളം താലൂക്ക് ആശുപത്രികളിൽ മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം, ശുചിത്വം എന്നീ പ്രവർത്തനങ്ങളുടെ മികവിനാണ് പുരസ്കാരം ലഭിച്ചത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് പുരസ്കാരത്തിലേക്ക് നയിച്ചത്. ജനപ്രതിനിധികൾ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശുപത്രി നഗരസഭ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, പാറേമ്പാടം, കുന്നംകുളം. ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പെരുന്തുരുത്തി 60 നമ്പർ അങ്കണവാടിയുടെ ഉദ്ഘാടനം നടത്തി. 16 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടിക്ക് പെരുന്തുരുത്തി മൂർത്താട്ടിൽ രഞ്ജിത്തിന്റെ ഭാര്യ സ്നേഹ സൗജന്യമായി നൽകിയ സ്ഥലത്ത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 5:30 MLA SC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ മിൻഡോ റെനി, ഷീജ സുഗതൻ, വിവിധ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ P വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ ചടങ്ങിന് സ്വാഗതവും ICDS സൂപ്പർവൈസർ ശോഭ നന്ദി രേഖപ്പെടുത്തി. വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ചുറ്റുമതിലിന്റെ നിർമ്മാണ ഉദ്ഘാടനവും AC മൊയ്തീൻ MLA നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ മതവൽക്കരിക്കാൻ ഭരണകൂടം തന്നെ ശ്രമം നടത്തുന്ന കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന്, വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം മനുഷ്യനാകുക എന്നതാണെന്നും MLA പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 100 ലക്ഷം ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം ചിലവിട്ടാണ് ചുറ്റുമതിൽ നിർമ്മിക്കുന്നത്. ചടങ്ങിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ KK മണി, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, മെമ്പർ ടെസി ഫ്രാൻസിസ്, പ്രിൻസിപ്പാൾ V സ്മിത, സ്കൂൾ വിവിധ സമിതികളുടെ ഭാരവാഹികളായ CM അഷ്റഫ്, AM താഹിർ, ഹിമ, K വിജയൻ മാസ്റ്റർ, ഡോക്ടർ NV ആന്റണി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK സന്തോഷ് കുമാർ, സ്കൂൾ ലീഡർ RM മുഹമ്മദ് ഇർഫാൻ,
അധ്യാപകനായ ഡോക്ടർ ടി അജിത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ സംസ്ഥാന കായികമേളകളിൽ മികവ് പ്രകടിപ്പിച്ച വിദ്യാർത്ഥികളായ PA സിദ്ധാൻ ഹസൻ, CR ആരുഷ്, സത്യൻ, ചെറുകഥ പുരസ്കാരം ലഭിച്ച അധ്യാപകൻ KS രതീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രമല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ.